ഈസി ചക്കവരട്ടി. ചക്കവരട്ടി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. ഇവിടെ 1 kg വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള ചക്കയാണ്. സാധാരണ ചക്ക കുറച്ച് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചക്കയുടെ ഗുണവും നഷ്ടപ്പെടും. കൂടാതെ അത് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാനും ധാരാളം സമയമെടുക്കും. ആദ്യം ചക്കയൊന്ന് നുറുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു സിസേഴ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ചക്കയുടെ സീസണിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ചക്കയാണ് ഇത്. തേൻ ഒഴിച്ചൊന്നുമല്ല ഇത് പ്രിസർവ് ചെയ്തിരുന്നത്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ചിരിക്കുകയായിരുന്നു. ചക്ക ഞാൻ മുഴുവനും ഇതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചക്ക അതേപടി വേവിക്കാഞ്ഞത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ലോങ് ഫൈബർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും കഴിക്കുമ്പോൾ. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നീളത്തിലുള്ള ഫൈബർ കട്ടായി പോകും. ആദ്യം ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഞാനിവിടെ ചക്ക സ്റ്റീം ചെയ്താണ് വേവിച്ചെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് നല്ലതുപോലെ സ്റ്റീം ചെയ്യുവാണെങ്കിൽ ഇത് നല്ല വേകുകയും ചെയ്യും. അതിൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെടുകയും ഇല്ല. കൂടാതെ ചക്കയുടെ മധുരത്തിനും ഒരു കുറവും വരില്ല. സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ ഈ ചക്കയൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ടെന്ന്. ഫ്ലെയിം ഞാൻ ഓൺ ചെയ്ത് കൊടുത്തു. ഒരു 15 മിനിറ്റ് നല്ലതുപോലെ സ്റ്റീം കയറിക്കോട്ടെ. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാം. ചക്ക നല്ല സോഫ്റ്റായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്കിട്ട് വെള്ളം ഒഴിക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല സോഫ്റ്റായി ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനും കഴിയും. എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല. സാധാരണ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. അതിനുശേഷം ശർക്കര പാനി ഒഴിച്ചാണ് വരട്ടിയെടുക്കുന്നത്. ഇവിടെ പക്ഷേ ഞാൻ ഇതൊന്നുമല്ല ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ പൾപ്പ് മാറ്റണം. ഓട്ടുരുളിയോ അലുമിനിയം ഉരുളിയോ ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അലുമിനിയം ഉരുളിയാണെങ്കിലും ചുവട് കട്ടിയുള്ള ഉരുളി എടുക്കാൻ നോക്കണം. നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതാണ്. ഇളക്കാനുള്ള ഒരു സൗകര്യം വേണം. അതുപോലത്തെ പാത്രങ്ങളായിരിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ വലിയ കടായി, പിന്നെ ബിരിയാണി പോട്ട്, ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇളക്കി കൊടുക്കാനുള്ള ഒരു സൗകര്യം വേണം. വെള്ളം ഒഴിക്കാതെ വരട്ടിയെടുക്കുന്നത് കൊണ്ട് വലിയ സമയമൊന്നും എടുക്കത്തില്ല. കൂളായിട്ട് വരട്ടിയെടുക്കാം. ഇനിയാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ചക്കയൊന്ന് ഇളക്കി കൊടുക്കണം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് വെള്ളം അതിൽ വീണിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. നെയ്യൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ സമയമാകുമ്പോൾ പറഞ്ഞു തരാം. ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറി വരുന്നത് കണ്ടോ? വെള്ളം ഒഴിച്ച് വേവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം സമയമെടുക്കും എന്നറിയാവോ ഇതേമാതിരി ഒന്ന് ആയിക്കിട്ടാൻ. ഹൈ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു 5 മിനിറ്റിനുള്ളിൽ നടക്കും. ഇതേമാതിരി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർക്കണം. ഇവിടെ ഞാൻ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ശർക്കരപ്പൊടി ഇപ്പോൾ കിട്ടും. ഇത് പാരീസിൻ്റെ ജാഗ്രി പൗഡറാണ്. ബ്രാഹ്മിൻസും ഇതേമാതിരി ജാഗ്രി പൗഡർ ഇറക്കിയിട്ടുണ്ട്. ഈ ശർക്കരപ്പൊടിയിൽ കല്ലും മണ്ണും ഒന്നുമില്ല. അതുകൊണ്ട് നേരിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക. സാധാരണ ശർക്കരയാണെങ്കിൽ വെള്ളം ഒഴിച്ചുരുക്കി അത് അരിച്ചെടുക്കണം.
ഇവിടെ നമ്മൾ നേരിട്ട് ശർക്കര പൊടിയാ ചേർക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളം ഇവിടെയും ചേർക്കുന്നില്ല. ഇനി ഈ ശർക്കര നല്ലതുപോലെ മെൽറ്റാകും. അതിലാണ് ചക്ക വരട്ടിയെടുക്കുന്നത്. കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കണം. ഇതിൽ നിന്നും ബബിൾസ് ഇങ്ങനെ പൊട്ടി വരും. അത് തെറിച്ച് നമ്മുടെ കയ്യിലേക്കും ചുറ്റുപാടുമൊക്കെ വീഴും. കയ്യിൽ വീണാൽ പൊള്ളുകയും ചെയ്യും. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ബബിൾസ് ഇങ്ങനെ പൊട്ടി മെനക്കേടാകാതിരിക്കാൻ ഒരു വഴിയുണ്ട്. അത് ചട്ടുകം വെച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വീഡിയോ ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാകും. ഇതേമാതിരി ചട്ടുകം തിരിച്ചും മറിച്ചും ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു സൂത്രപ്പണിയാ. ശർക്കര മെൽറ്റായി കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഈ പ്രശ്നമുള്ളൂ. ഇതേമാതിരി ഇളക്കി കൊടുത്താൽ അതും ഒരു പ്രശ്നമാകുന്നില്ല. ഈ റെസിപ്പി ഫോളോ ചെയ്യുവാണെങ്കിൽ എത്ര കിലോ ചക്ക വേണമെങ്കിലും വരട്ടിയെടുക്കാം ഈസിയായി. വലിയ പാത്രം വേണമെന്നേ ഉള്ളൂ. ചക്ക വരട്ടാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവരും മടിക്കുന്നത് ഇതിൻ്റെ മെനക്കേട് ഓർത്തിട്ടാ. അങ്ങനെയുള്ളവർ ഈ റെസിപ്പി ഫോളോ ചെയ്യണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതേമാതിരി ചക്ക കട്ട് ചെയ്ത് സ്റ്റീം ചെയ്ത് വരട്ടിയെടുക്കുന്നതിന് 1/2 മണിക്കൂർ മതി. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. ചക്ക വരട്ടുമ്പോൾ പാത്രത്തിൻ്റെ സൈഡ് ചേർത്ത് ഇളക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതിനൊക്കെ കൃത്യമായ കണക്കുണ്ട്. 1 കിലോ ചക്കയ്ക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നെയ്യ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 കിലോ ചക്കയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. എത്ര കിലോ ചക്കയുണ്ടെങ്കിലും അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി. കൂടുതൽ നെയ്യ് ചേർക്കുവാണെങ്കിൽ ചക്ക വരട്ടിയതിൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോകും. ഞാനിവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എല്ലാവർക്കും ഈസിയായി ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ അതിലേക്ക് ചുക്കുപൊടി, ഏലക്കാപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. ഇതുപോലെ ചക്ക വരട്ടി വെക്കുവാണെങ്കിൽ സീസൺ കഴിഞ്ഞാലും ചക്ക വെച്ചുള്ള പലഹാരങ്ങളും പായസവും ഉണ്ടാക്കാൻ കഴിയും. ചക്ക വരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്ലാസ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ ചക്കയുണ്ടെങ്കിൽ ബോട്ടിലിൽ നിറച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇട്ട് വെക്കണം. അങ്ങനെ ചെയ്താൽ പുറത്തിരിക്കുവാണെങ്കിലും കേടാവുകയില്ല. ഈ കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകും. അങ്ങനെ 1 കിലോ ചക്കയ്ക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഈച്ച് ഏലക്കാപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ചുക്കുപൊടി ഇത്രയും വേണം. കൂടാതെ 1/2 കിലോ ശർക്കര പൊടിയും വേണം. ഇത് വളരെ ഈസിയായി ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ചക്കവരട്ടി ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്ലാസ് ബോട്ടിൽസിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഓരോ ബോട്ടിലായിട്ട് എടുത്താൽ മതിയാകും. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.